ഞാൻ മാറുക നന്ദൻ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. വരുന്നത് എന്താന്ന് വെച്ചാ നന്ദനും കെവനും കൂടി അങ്ങ് അനുഭവിച്ചോ. ബെല്ല, നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് കൈകാര്യം ചെയ്യാം. എനിക്ക് വേണ്ടി കൈകാര്യം ചെയ്യണ്ട. നിങ്ങളുടെ തടി രക്ഷിക്കണമെങ്കിൽ മതി. പാപ്പനെ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ടാ ഫോൺ ചെയ്തിരിക്കുന്നത്. നിന്റെ ഭാര്യ ദേവിക മാത്രമല്ല, നിന്റെ അച്ഛനെ ഫോണിൽ കൂടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ചു വന്ന് പാപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞതേ കടുത്ത നടപടിയിലേക്ക് പോവേണ്ടി വരുമെന്ന്. ഒന്നാമത് സർവീസിൽ ആദ്യമായിട്ട് അഴിമതി കാണിക്കുന്നതിന്റെ കുറ്റബോധം ഉണ്ട് പാപ്പന്. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലും കൂടി ആയാ പിന്നെ എന്റെ മുഖം ഒന്നും പാപ്പ നോക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, അരുന്ധതി മാഡം അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ. ഞാനും ദേവി അവരുടെ സ്ഥാപനത്തിൽ ജോലിക്കാരായിരുന്നു. പിന്നെ ദേവിക്ക് ഋഷി സഹോദരന്റെ സ്ഥാനത്താ. ഓ, അപ്പൊ സ്വന്തം അളിയനാണോ നന്ദൻ തട്ടിക്കളഞ്ഞേ? ഒരു കാര്യം ചെയ്, ദേവിയോട് ചോദിക്ക്, സഹോദരന്റെ കേസിന് തുമ്പുണ്ടാക്കണോ അതോ ഭർത്താവ് ജയിലിൽ പോവാതെ നോക്കണോന്ന്. ദേവിയോടെല്ലാം തുറന്നു പറയുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് ആലോചിച്ചതാ. വേണ്ടടാ, ഇവനെ തടയണ്ട. ഇവൻ പറയട്ടെ, രണ്ടിലൊന്നും അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ എല്ലാവരും കൂടെ ടെൻഷൻ അടിച്ച് ഇതിൽ തൂങ്ങി നടക്കുന്ന എന്തിനാ? പാപ്പന്റെ കരിയറിനും നമ്മളായിട്ടൊരു ഭീഷണി ഉണ്ടാക്കണ്ട. നീ ദേവികയോട് പറഞ്ഞോ, പോ. നീ ഇങ്ങനെ ചൂടാവല്ലേ? ഞാൻ ഓരോന്നിങ്ങനെ ചിന്തിച്ചപ്പോ ഞാനൊരു കാര്യം പറയാം. ദേവികയ്ക്ക് നിന്നെക്കാൾ പ്രധാനം അവളുടെ ഇമേജാ. അതുകൊണ്ട് തന്നെ അവൾ ഈ കേസിന് തുമ്പുണ്ടാക്കാൻ വേണ്ടി ഊണും ഉറക്കവും വരെ ഉപേക്ഷിക്കും. നിങ്ങൾക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടും. കേസിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യം ദേവിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്ക്. എടാ, ഇനിയിപ്പോ ദേവിക മാത്രം പറഞ്ഞു മനസ്സിലാക്കിയ പോരല്ലോ, ഇവന്റെ അച്ഛനോടും പറയണ്ടേ? ആദർശ ഒരു അസുഖമാണെന്ന് മനസ്സിലായി. മുൻ MLA കയ്യിൽ നിന്ന് പകർന്ന് അടുത്ത ആളിന് കിട്ടി. അല്ല, ഞാൻ ഈ കേസിൽ ഇടപെട്ട കാര്യോ നമ്മൾ തമ്മിൽ കണ്ട കാര്യമോ ഒന്നും ദേവിക്ക് അറിയില്ലല്ലോ. ഇല്ല, അറിയില്ല ബെല്ല. ബെല്ല, നീ വിഷമിക്കല്ലേ. ഇതിന്ന് ഉഴപ്പി മാറുകയും ചെയ്യരുത്. നീയും കൂടെ കൈവിട്ട നമ്മൾ തീർന്നു. ഇതിപ്പോ ഞാൻ നിങ്ങളെ അല്ല, നിങ്ങൾ എന്നെയാ കൈവിടുന്നത്. നിങ്ങളെ രക്ഷിക്കാൻ നോക്കി ഞാൻ എന്റെ കുടുംബക്കാരുടെ ശത്രുവാവും. പാപ്പൻ പപ്പയോട് പറഞ്ഞ് തീർന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യം നോക്കണം. ബെല്ല, ബെല്ല, ഐ എം സോറി. സോറി ബെല്ല. നിനക്കൊരു ബുദ്ധിമുട്ട് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. മതി, അത് കേട്ടാ മതി. സത്യത്തില് നന്ദൻ എന്ന ഒറ്റ പേരാ എന്നെ ഇതിലോട്ട് വലിച്ചിട്ടത്. നന്ദൻ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. സ്വപ്നങ്ങളെ പിന്തുടരണമെന്നല്ലേ പറയാ? അങ്ങനെ സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള യാത്രയില്ല ഞാൻ. എന്തായാലും നന്ദൻ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടാവും.